ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുക്കിംഗ് വിത്ത് കിരിയോട്ട്. കുറേ കാലമായി ഞാൻ ഈ ഒരു ചാനലിലൊരു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ ഒരു സോയ ചങ്ക്സ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് 2 കപ്പ് സോയ ചങ്ക്സ് വേണം. അത് നമ്മൾ നന്നായിട്ട് ആദ്യം വാഷ് ചെയ്യുക. അതിനുശേഷം നല്ല ചൂടുവെള്ളം നമ്മൾ കുറച്ച് നേരം ഒഴിച്ച് വെച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 15 മിനിറ്റ് നമുക്ക് ഈ ഒരു സോയ ചങ്ക്സ് നമുക്ക് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബിരിയാണി റൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. ഇപ്പം ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഞാൻ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് റൈസ് സോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ വെക്കണം. അതിന് മുമ്പായിട്ട് റൈസ് നന്നായി കഴുകുക. നമ്മൾ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ അരി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ എപ്പോഴും നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ്സ് നമുക്കിനി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. 2 കപ്പ് നമ്മൾ നേരത്തെ സോയ ചങ്ക്സ് അളന്ന സെയിം കപ്പിലാണ് ഞാൻ റൈസും എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്ന് റിമൈൻഡറായിട്ട് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ 15 മിനിറ്റ്സിന് ശേഷം നമ്മൾ സോയ ചങ്ക്സ് നന്നാക്കി വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് കൈ കൊണ്ട് ഒന്ന് പിഴിഞ്ഞ് ഒന്ന് മാറ്റി വെക്കണം. പിന്നെ ഈ സോയ ചങ്ക്സ് കുറച്ച് വലുതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് 2 കഷ്ണമായി കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ മസാലയൊക്കെ പെട്ടെന്ന് അതിലേക്ക് പിടിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്യാം. അതിനായിട്ട് 1 കപ്പ് യോഗേർട്ട് അല്ലെങ്കിൽ തൈര് എടുക്കുക, പുളി കുറവുള്ളത്. അതിലേക്ക് ഒരു 1/2 to 3/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ സാദാ മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പാച്ചിൽ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് പിടിപ്പിക്കുക. ഇനി ഈ ഒരു സംഭവം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 20 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. നമ്മൾ കുക്കർ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുക്കറിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആ നെയ്യിൻ്റെ മാത്രം ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലോട്ട് സ്പൈസസ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏലക്കായ, അതേപോലെ ഗ്രാമ്പൂ, കുറച്ച് ക്യൂമിൻ, പിന്നെ നമുക്ക് പട്ട ആവശ്യമാണ്, പിന്നെ ഒരു ബേ ലീവ്സും ആവശ്യമാണ്. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 2 വലിയ ഉള്ളിയാണ്. അത് ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്തതാണ്. അത് ആദ്യം ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ 4 or 5 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങളത് ഓൾട്രേഷൻ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, നടുവേ കീറിയത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് സോട്ടാവണം. അപ്പോൾ ഇളക്കി കൊടുക്കണം. ഇത് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കുക. ഞാനിവിടെ ചെറിയ 2 തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ടൊമാറ്റോ ഒന്ന് പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ്സ് ലിഡ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ്സിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ വീണ്ടും 2 ടേബിൾ സ്പൂൺ അളവിൽ സാദാ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മസാലയെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ മല്ലിയിലയും അതേപോലെ പുതിനയുടെ ഇലയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും പുതിനയുടെ ഇല കുറച്ച് കമ്പാരിറ്റീവ്ലി മല്ലിയില വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഇടാൻ വേണ്ടി നോക്കുക. ഇതൊന്ന് ഇട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു ബിരിയാണിയുടെ ആ ഒരു സ്മെല്ല് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ സെയിം പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുക. സെയിം സംഭവം തന്നെയാണ് സോയ ബിരിയാണിക്കും നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഈ 2 ഹെർബ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു മണമൊക്കെ നമുക്ക് അങ്ങോട്ട് നന്നായി വരും. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകും നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ സോയ ചങ്ക്സ് ആണ്.
ഈ ഒരു സോയ ചങ്ക്സിൻ്റെ മാരിനേഷനോട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഈ സോയ ചങ്ക്സിലേക്ക് പിടിക്കണം. ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ച റൈസ് ഒന്ന് ഊറ്റി മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ ഈ ഒരു സോയ ചങ്ക്സിലേക്ക് നമ്മളതിന് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി നമ്മുടെ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഈ റൈസും സോയ ചങ്ക്സും എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആവണം. നല്ലപോലെ നമ്മൾ ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം ചിക്കനൊന്നും അല്ലല്ലോ, അപ്പോൾ അത് പൊട്ടിപ്പോവാനോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ നല്ലപോലെ നമ്മൾ ടൈം എടുത്തിട്ട് സ്ലോ ആയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ അളവ് എങ്ങനെയായിരുന്നു? 2 കപ്പാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 2 കപ്പിന് 3 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പം 3 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ലിഡ് നമുക്ക് അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആവി വരുന്ന സമയത്ത് മാത്രമാണ് നിങ്ങൾ വിസിൽ വെക്കാൻ പാടുള്ളൂ. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2 വിസിലാണ് നമുക്ക് വേണ്ടത്. 2 വിസിൽ അടിച്ച ഉടനെ നമ്മൾ ഈ ഗ്യാസ് ഓഫാക്കുക. അതേപോലെ തന്നെ ഒരു 15 മിനിറ്റ്സ് അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ലിഡ് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ ഞാൻ 15 മിനിറ്റ്സിന് ശേഷം ഓപ്പൺ ചെയ്യാണ്. നല്ല അടിപൊളി സോയ ചങ്ക്സ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. റൈസൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു കുക്കറിൽ ഈ റൈസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിഭാഗത്തുള്ള റൈസ് പെട്ടെന്ന് ഒന്നും കൂടി കുക്കാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നോക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് മസാലയും റൈസും എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴിച്ചും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊരു വെജിറ്റേറിയൻ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാൻ പറ്റാത്ത സമയമൊക്കെ ഉണ്ടാവുമല്ലോ, നമുക്കിപ്പം എന്തെങ്കിലും വ്രതമോ കാര്യങ്ങളോ, അപ്പോൾ അങ്ങനത്തെ ടൈമൊക്കെ നമുക്ക് ഈ ഒരു ബിരിയാണി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇത് കുറച്ചൊരു സ്പൈസ് ലെവൽ കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.